ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് എന്താണ്, അതേപോലെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയി പഠിച്ചു. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആണ്. അതിൽ വരുന്നതാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രൊസീജിയറാണ്. റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓൺ. അതിൽ ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആരോടാണ് എന്നുള്ളതാണ് ഈ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആർക്കൊക്കെ ഇൻഫോർമേഷൻ വേണോ അവരാണ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അതിന് എക്സാമ്പിളാണ് ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്. അതേപോലെ ബിസിനസ്സിൽ അകത്ത് മാത്രം ഇൻഫോർമേഷൻ കൊടുത്താൽ പോരാ, ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡേഴ്സിനും വാരിയസ് കൈൻഡ് ഡിസിഷൻ എടുക്കാൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിൽ വരുന്നതാണ് ഗവൺമെൻറ്, ടാക്സ് അതോറിറ്റീസ്, റിസർച്ചേഴ്സ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. സോ അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലെ ഫസ്റ്റ് യൂസർ എന്ന് പറയുന്നത് ആരാണ്? ഓണേഴ്സ്. അതായത് പലതരത്തിലുള്ള ബിസിനസ് ഉണ്ടായിരിക്കും. ആ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ച് അതിൻ്റെ ഓണറിൽ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? ആ നടത്തുന്ന ആളാണ്. ഒറ്റ ആളെ ഉണ്ടാവും, അയാളായിരിക്കും ആ ഒരു ഷോപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അതേപോലെ 2-3 പാർട്ട്നേഴ്സ് ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതറിയപ്പെടുന്നത് പാർട്ട്ണർഷിപ്പ് എന്നാണ്. അവിടെ ആ പാർട്ട്നേഴ്സ് ആയിരിക്കും ഓണേഴ്സ്. എന്നാൽ ലാർജ് ബിസിനസ്, അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അവിടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ്. അതായത് ആ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അവരാണ് ഓണേഴ്സ്. കമ്പനിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഓണേഴ്സും മാനേജ്മെൻറ്റൊക്കെ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആയിരിക്കും. സോ ഈ ഓണേഴ്സിന് എന്താണ് അവർക്ക് വേണ്ട ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, എത്രത്തോളം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കും, അത് ബേസ് ചെയ്തിട്ട് വേണം ആ കമ്പനിയിലുള്ള ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്തരം ഇൻഫോർമേഷൻസ് കിട്ടുന്നത് ഈ അക്കൗണ്ടിങ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓണേഴ്സാണ്. അപ്പം ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ ഓണേഴ്സിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഡീറ്റെയിൽസ് കിട്ടുന്നത് അക്കൗണ്ടിങ്ങിൽ നിന്നാണ്. അതിനനുസരിച്ചാണ് അവർ ഡിസിഷൻസ് എടുക്കുക. സെക്കൻഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും രണ്ടാണ്. അതായത് ഓണേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഓവറോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവർക്ക് ഇപ്പോൾ ബിസിനസ് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നീട് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും കോസ്റ്റ് കുറയ്ക്കാനും അവരെന്തൊക്കെ ആക്ഷൻസ് എടുക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഏത് ഏരിയയിൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും, പിന്നെ ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് കുറച്ച് കോസ്റ്റിലെ എമൗണ്ട് റൈസ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നു. എംപ്ലോയീസും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ പ്രവർത്തിക്കുന്ന ബിസിനസ്സിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അവർ വർക്ക് ചെയ്യണതിനനുസരിച്ച് ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ, അവർക്ക് സാലറി എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ ആവശ്യപ്പെടാം, അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ എംപ്ലോയീസും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റും സോൾവൻസിയൊക്കെ നോക്കിയിട്ട് അവർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഡിസിഷൻ എടുക്കാൻ അവിടെ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്ന 3 ആൾക്കാരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്: ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു ബിസിനസ് ഒരു രാജ്യത്ത് നല്ല രീതിക്ക് നിലനിന്ന് പോകണമെങ്കിൽ അവർ ഗവൺമെൻറ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഗവൺമെൻറ്റിനാണ് റൂള് ഫോം ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അതോറിറ്റി. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിനെ പറ്റിയുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ടാക്സ് അതോറിറ്റീസിന് ടാക്സിൻ്റേതായ കാര്യങ്ങൾ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യണം. പിന്നെ ലോ ആൻഡ് ഓർഡറൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിനും ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. അടുത്ത യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അവിടെ ധാരാളം ഫണ്ട് വേണ്ടി വരും. അപ്പോൾ മുഴുവൻ ഫണ്ടും ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യണതിന് ഒരു പരിധിയുണ്ട്.
അപ്പം അവരെന്ത് ചെയ്യും, അഡീഷണൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ബാങ്ക്സുകളൊക്കെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ ബാങ്ക് ചെക്ക് ചെയ്യും ആ ബാങ്ക് ഇവർക്ക് ഫണ്ട് കൊടുത്താലും ഒരു പ്രത്യേക പീരീഡിന് ശേഷം അവർക്ക് ഇത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതായത് ലോണായി കൊടുത്തിട്ടുള്ള എമൗണ്ട് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബിസിനസ്സിനുണ്ടോ എന്നറിയണമെങ്കിൽ അവർക്ക് എന്താവശ്യമാണ്, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അടുത്ത യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആരാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് ആണ്. അതായത് റിസർച്ചേഴ്സും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അത് അവർക്ക് അവരുടെ റിസർച്ച് സ്റ്റഡി പ്രോഗ്രസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പല ആൾക്കാരിൽ നിന്നും കടത്തിന് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഇപ്പോൾ റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വല്ല പാർട്സോ മെഷീനറി ഒക്കെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങുമ്പോൾ നമുക്കത് റീപേയ്മെൻറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക പീരീഡിന് ശേഷം അല്ലെങ്കിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് ക്രെഡിറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ക്രെഡിറ്റിന് അവർ സാധനങ്ങൾ തരൂ. സോ അവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതേപോലെ അസറ്റ് ലയബിലിറ്റി എത്രയാണ്, ഇനിയിപ്പോൾ അവർ ക്രെഡിറ്റിന് തന്നാലും നമ്മുടെ ഇന്ന് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ, അത്തരം ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റുന്നത് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് നമ്മൾ പറഞ്ഞത്. ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്. 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണിത്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ 8 തരത്തിലുള്ള യൂസേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓണേഴ്സ്. ഓണേഴ്സ് എന്ന് പറയുമ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ ഒറ്റ ഓണറായിരിക്കും. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ 2-3 പാർട്ട്നേഴ്സ് അവരായിരിക്കും അതിൻ്റെ ഓണേഴ്സ്. കമ്പനിയുടെ കേസിൽ ഓണറും മാനേജ്മെൻറ്റും രണ്ടാണ്. അപ്പോൾ ഓണേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഈ ബിസിനസ്സിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണോ, ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ കൈൻഡായിട്ട്, അതായത് ഇപ്പോൾ മെഷീനറിയോ അതുപോലെയുള്ള പല അസറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആണ്. സെക്കൻഡ് വൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കേസിലൊക്കെ ഓണറും മാനേജ്മെൻറ്റും രണ്ടാണ്. അപ്പോൾ മാനേജ്മെൻ്റ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഓവറാൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണത്. അത് പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ടോ, ഇനി എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, ഏതൊക്കെ രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാം, അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് ബിസിനസ്സിലുണ്ടോ, അതിനനുസരിച്ച് അവർക്ക് സാലറി കൂടിയിട്ടുണ്ടോ, ഇനി മേ ബി നല്ലൊരു ഫേമൊക്കെ ആണെങ്കിൽ അവരും എന്ത് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഷെയർ വാങ്ങാനൊക്കെ റെഡിയാവും. അപ്പോൾ അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ എംപ്ലോയീസിനും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ബിസിനസ് നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യാനും ഏതൊക്കെ രീതിയിൽ ലോ ഫ്രെയിം ചെയ്താൽ ബിസിനസ് നല്ല രീതിക്ക് പോകും, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയ ഒരു ബിസിനസ്സിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, അതിനനുസരിച്ച് എങ്ങനെയൊക്കെ റൂൾ ഫോം ചെയ്യണം, പിന്നെ ഒരു ബിസിനസ് എത്രത്തോളം ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്, അവർ ലയബിളായ ടാക്സ് പേ ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനും എന്താവശ്യമാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ദെൻ അടുത്തത് വരുന്നത് കസ്റ്റമേഴ്സിനാണ്. കസ്റ്റമേഴ്സിന് ഒരു നല്ല പ്രോഫിറ്റ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഗുഡ് വില്ല് കൂടും. അപ്പോൾ നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റ് റെപ്യൂട്ടേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമേഴ്സും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് അവർ ലോൺ കൊടുക്കുന്ന കമ്പനീസിന് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ, അവർ ലോൺ റീപേ ചെയ്യുമോ, ഇല്ലെങ്കിൽ അത്തരം ഡെസിഷൻസ് ഒക്കെ എടുക്കാൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താവശ്യമാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതേപോലെ റിസർച്ചേഴ്സിന് റിസർച്ച് സ്റ്റഡി നടത്താനും അവരുടെ റിസർച്ച് പർപ്പസ് ഫുൾഫിൽ ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നു, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ ക്രെഡിറ്റേഴ്സ്, അതായത് റോ മെറ്റീരിയലും ബാക്കി മെഷീൻസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്രെഡിറ്റിന് കൊടുക്കുമ്പോൾ അവരതിന് മുന്നേ ആ ഒരു ബിസിനസ്സിന് ഇത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവർ ആഫ്റ്റർ സർട്ടൈൻ പീരീഡ് ആ എമൗണ്ട് തിരിച്ചടയ്ക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവരും എന്ത് പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റിന് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിന് അവർക്ക് എന്ത് ആവശ്യമാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ വരുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു ഹെഡിങ്ങും അതിൻ്റെ 4 പോയിന്റ് എങ്കിലും മനസ്സിലാക്കി വെക്കണം. ഇതില്ലാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറരുത്. ഒന്നില്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. തിയറി പാർട്ടിൽ ഷുവറായി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലയബിലിറ്റി, സെക്കൻഡ് വൺ റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, ഡിപ്പെൻഡബിൾ ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ്. അതായത് നല്ല കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അത് തെറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. ബയാസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്രമക്കേടോ കള്ളത്തരമൊന്നും കാട്ടാതെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിലെ ആദ്യത്തെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. രണ്ടാമത്തെ റെലവൻസ് ആണ്.
ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാലാണ് അത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യൂ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു എന്താ പറയുക, റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം. അടുത്തത് റെലവൻറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതായത് നമ്മളിങ്ങനെ ഒരു കാര്യം നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആയിട്ട് നല്ല ബുദ്ധിമുട്ടായ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതെങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് യൂസേഴ്സ്. അതായത് ആരൊക്കെയാണോ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നത് അവർക്കൊക്കെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് കമ്പയറബിലിറ്റിയാണ്. അതായത് നമുക്കറിയാം, അപ്പം ഒരു ബിസിനസ് അതിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ കമ്പയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ സെയിം കഴിഞ്ഞ വേറൊരു ബിസിനസ്സിനോട് കമ്പയർ ചെയ്യാൻ പറ്റണം. എന്നാലാണ് നമുക്ക് എവിടെയൊക്കെയാണ് ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ മെത്തേഡ് ഫോളോ ചെയ്യണം. അപ്പം ഈ 4 ഫീച്ചേഴ്സാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. അതായത് റിലയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ റെലവൻ്റ് ആയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, പിന്നെ അത് ഫ്രീ ഫ്രം ബയാസ്, അതായത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഇല്ലെങ്കിൽ കള്ളത്തരൊന്നും കാട്ടാതെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ റെലവൻസ് എന്നുള്ളതാണ്. റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരാളുടെ കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്തു, അത് ബിസിനസ്സോ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യേണ്ട. ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബിസിനസ് ഡിസിഷന് ഹെൽപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അണ്ടർസ്റ്റാൻഡബിൾ, ഇത് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ, സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അടുത്തത് കമ്പയറബിലിറ്റിയാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഒന്നില്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തേക്ക് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ സെയിം ഒരു ബിസിനസ്സിന് അതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇത്രയാണ് അതിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു. അപ്പം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. +1 മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. പക്ഷേ അക്കൗണ്ടിങ്ങിന് മെയിനായിട്ട് 3 ബ്രാഞ്ചസ് അല്ലെങ്കിൽ 3 ടൈപ്പ് അക്കൗണ്ടിങ് ആണുള്ളത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ അസറ്റ് എത്രത്തോളം ഉണ്ട്, ലയബിലിറ്റി എത്രത്തോളം ഉണ്ട്, അത്തരം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡിംഗ് തൊട്ടിട്ട് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡീൽ വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവർക്ക് പ്ലാൻ ചെയ്യാനും അതേപോലെ അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നില്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഡീവിയേഷൻ ഉണ്ട്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടും പിന്നെ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അതായത് മാനേജ്മെൻറ്റിനും പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മാനുഫാക്ചറിങ് ബിസിനസ്, അതായത് വല്ല പ്രൊഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഏറ്റവും ചിലവ് കുറച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, അത്തരം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ആണുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യണതാണ്. അത് മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്റ്റേണൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, മാനേജ്മെൻറ്റിന് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ദെൻ അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസർട്ടൻ ചെയ്യാം, ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് വന്നു, ടോട്ടൽ കോസ്റ്റ് അസർട്ടൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോളിങ്ങിനും സഹായിക്കുന്നു. ഇനി അടുത്തത് വരുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് തൊട്ടിട്ട് കമ്മ്യൂണിക്കേഷൻ വരെയുള്ള പ്രോസസ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതിൽ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിങ്ങിൽ നിന്നാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനർ. അതായത് ഡേറ്റ് വൈസ് ആയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എൻഡിങ്. അതായത് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബുക്ക് കീപ്പിംഗ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് ബുക്ക് കീപ്പിംഗ് എൻഡിങ്. ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ,
അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ബുക്ക് കീപ്പിംഗ് എന്താണ്. അപ്പം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഏകദേശം 8 യൂസേഴ്സ് വരുന്നുണ്ട്. ഓണേഴ്സിന് അവർ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് ആണോ എന്നറിയാൻ പറ്റുന്നു. മാനേജ്മെൻറ്റിന് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതേപോലെ കോസ്റ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും എങ്ങനെ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓവറോൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് അവർക്ക് അവരുടെ വേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് അറിയാനും, അതേപോലെ നല്ലൊരു ബിസിനസ് ആണെങ്കിൽ മേ ബി അവിടുത്തെ എംപ്ലോയീസ് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ എംപ്ലോയീസിനെയും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ആ ബിസിനസ് നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ റൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ഈ കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എത്രത്തോളം ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ഗവൺമെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കുന്നു. പിന്നെ കസ്റ്റമേഴ്സും പല രീതിക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നല്ല പ്രൊഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും നല്ലതാണോ, അവർ പ്രോഫിറ്റിലാണോ, അതേപോലെ അവരുടെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവർ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കും അല്ലെങ്കിൽ ബാക്കി പ്രൈവറ്റ് ബാങ്ക്സ് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ, ബിസിനസ് അത് റീപേ ചെയ്യുമോ എന്നുള്ളതിൻ്റെ ബേസിലാണ് അവർ ലോൺ കൊടുക്കുക. അപ്പോൾ അതിന് ആ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സൗണ്ട്നെസ് അവർ നോക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിലാണ്. പിന്നെ റിസർച്ചേഴ്സിന് അവരുടെ റിസർച്ച് സ്റ്റഡി ചെയ്യാൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റിസർച്ച് പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് പിന്നീട് അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നറിയണമെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതായത് ബിസിനസ്സിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇവരൊക്കെ ഡിസിഷൻ എടുക്കുക. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് റെലവൻ്റ് ആയിരിക്കണം, അതേപോലെ ഡിപ്പെൻഡബിൾ ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. പിന്നെ റെലവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എങ്ങനെ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കണം. പിന്നെ ഇത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആരൊക്കെയാണോ ഈ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നത് അവർക്ക് സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതിനനുസരിച്ചായിരിക്കും അവർ ഡിസിഷൻ എടുക്കുക. ദെൻ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പറയുക, അതിൻ്റെ തന്നെ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ഡാറ്റ വെച്ചിട്ടും അതേപോലെ ഒരു ബിസിനസ്സിന് മറ്റൊരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കമ്പയറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, എക്സ്റ്റേണൽ യൂസേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ ഇൻറ്റേർണൽ യൂസേഴ്സിന് മെയിനായിട്ട് സഹായിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നു. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എങ്ങനെ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനർ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓർഡർലി അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് വൈസിൽ അവർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണേനാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.